നമസ്കാരം. 3-4 ദിവസം കൊണ്ട് കേരള സമൂഹത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. രക്തത്തിനകത്ത് കുതിർന്ന നൈറ്റിയും ഇട്ടുകൊണ്ട് പോലീസുകാർ ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഒരു കൂസലുമില്ലാതെ പോലീസ് ജീപ്പിലേക്ക് നടന്നു കയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇവിടെ കുറ്റവാളി അമ്മായിയമ്മ ആയിക്കോട്ടെ, മരുമകളായിക്കോട്ടെ, ആ വീടുമായിട്ട് അടുത്ത് ബന്ധമില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ എനിക്ക് പറയാനില്ല. അതെന്തുമായിക്കോട്ടെ, ഇവിടെ ഇത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, വളരെ കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഈ സ്ത്രീകൾ രണ്ടുപേരും കുറ്റവാളി ആക്കപ്പെടുകയാണ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. യഥാർത്ഥ കുറ്റവാളി ഇവർ രണ്ടുപേരുമല്ല, മൂന്നാമത് ഒന്നാണ്. അതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഓരോ പ്രായത്തിലും വ്യത്യസ്തമായ പ്രായങ്ങളിൽ ആൾക്കാർക്ക് വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ട്, വ്യത്യസ്തമായ ആരോഗ്യാവസ്ഥയായിരിക്കും. ഇതൊക്കെ കണക്കിലെടുത്ത് മനുഷ്യന് ജീവിക്കാനുള്ള ഒരു അവകാശം നഷ്ടപ്പെടുന്ന ഒരു ഒരു സിസ്റ്റം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ അമ്മായിയമ്മയും കുറ്റവാളിയായി മാറിയതും, ഈ മരുമകൾ കൊല ചെയ്യപ്പെട്ടതും, ഈ കുട്ടികൾ അമ്മയില്ലാതാക്കപ്പെട്ടതും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്തിനൊക്കെയോ വേണ്ടി ഇല്ലാതാകപ്പെട്ടു പോകുന്ന, അപഹസിക്കപ്പെടുന്ന, കുറ്റവാളികളാക്കപ്പെടുന്ന, നിരാലംബരായി ആക്കപ്പെടുന്ന കുട്ടികളും വൃദ്ധരും സ്ത്രീകളും കുറച്ച് പുരുഷന്മാരും. ഈ സിസ്റ്റമൊക്കെ വളരെ പ്രാകൃതമാണ്. ഇതൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീക്ക് അവർക്ക് രാവിലെ എഴുന്നേൽക്കാൻ പല തടസ്സങ്ങളും ഉണ്ടാകാം. ഒരുപക്ഷെ അവർ കൂടുതൽ നേരം ടിവിയോ ഫോണോ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് കാണാം. അതല്ലെങ്കിൽ ഒരു ഭാര്യയായി ഭർത്താവിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ കുട്ടികൾക്ക് എന്തെങ്കിലും രാത്രിയിൽ അസുഖമോ വയ്യാഴികയോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വയ്യാഴികയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് ഉറക്കം രാത്രി നഷ്ടപ്പെട്ടിരിക്കാം. അപ്പോൾ അവർക്ക് രാവിലെ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവാം സ്വാഭാവികമായിട്ടും. എന്നാൽ ചിലരൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും വെളുപ്പം കാലത്ത് തന്നെ എഴുന്നേറ്റ് വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്. ഞാനൊക്കെ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത് നമ്മുടെ ഒരു ശീലമായി പോയതുകൊണ്ടാണ്. ചിലരത് ഇഷ്ടപ്പെടുന്നില്ല. 8 മണിക്ക് എഴുന്നേൽക്കുന്നവരെ, 9 മണിക്ക് എഴുന്നേൽക്കുന്നവരെയൊക്കെ ആയിട്ടുള്ള ആളുകളെ ഞാൻ കാണാറുണ്ട്. നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല, ഇന്നത്തെ രീതിയിൽ ചിന്തിച്ചാൽ. പണ്ടൊക്കെ നമ്മളവരെ കുറ്റം എണ്ണമെന്ന് തോന്നിയിട്ടുണ്ട്, അത് ചെയ്യുന്ന തെറ്റല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചപ്പം അത് ശരിയല്ല, അവരെ കുറ്റം പറയാൻ പാടില്ല. അവരുടെ താല്പര്യങ്ങൾ അവർക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ താല്പര്യം അനുസരിച്ച് അവരെ ജീവിക്കുന്നതിന് വിടേണ്ടതായിട്ടുണ്ട് എന്നുള്ള സത്യം ഞാൻ മനസ്സിലായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, എൻ്റെ മക്കളെ ഞാൻ പഠിക്കുന്ന കാലത്ത് വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കുമ്പോൾ, പണ്ട് തൊട്ടേ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു കേൾക്കുന്ന വെളുപ്പിന് എഴുന്നേറ്റ് പഠിച്ചാൽ നന്നായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ ചെറുപ്പത്തിലൊക്കെ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കാൻ നിർബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഭയം കൊണ്ടായിരിക്കാം എൻ്റെ മക്കൾ എഴുന്നേറ്റ് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ കുറേ കാലത്തിന് ശേഷം അവർ എൻജിനീയറിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് തിരിച്ചു വന്നിട്ട് അവർ അതിനകത്ത് തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെ അങ്ങനെ വെളുപ്പിന് എഴുന്നേറ്റ് പിച്ചിരുത്തി പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഞങ്ങൾക്കത് ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ, നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന പൊതുബോധം അനുസരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാകുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട്
സംസാരിക്കാൻ ഉള്ളത്, നമ്മൾ ഒരു കാലത്ത് ഇന്ത്യൻ ജനത അല്ലെങ്കിൽ കേരളത്തിലെ ജനത അതീവ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു. അന്ന് ഒരാളെ കൊണ്ട് തന്നെ വിചാരിച്ചാൽ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ കൂട്ടിയാൽ കൂടാത്ത ഒരു കാലഘട്ടമായിരുന്നു. അതായത് അന്ന് ആഹാരം ഉണ്ടാക്കുക എന്നുള്ള ഒരു വീട്ടിലെ ഒരു കുടുംബം എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് ആഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മാത്രം ഒരു 3-4 പേര് കൂടി ദിവസം മുഴുവൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയിരുന്നു. അല്ലെങ്കിൽ മിനിമം ഒരാളായാൽ പോലും അവർക്ക് എടുപ്പത് ഭാരം. ഒരു മുറ്റം തൂത്ത് കഴിയാൻ തന്നെ എത്രയോ ടൈം ഇന്നങ്ങനെ വേണം. എന്നിട്ട് അതിലിട്ടിരിക്കുന്ന വീടുകളാണ് നിസ്സാര സമയം കൊണ്ട് അവർക്കത് ചെയ്ത് കഴിയാൻ പറ്റും. അതുപോലെ എല്ലാം മോട്ടറുകൾ, എൻജിനുകൾ, പിന്നെ ആധുനിക മെഷീനുകളൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ നമുക്ക് അത്രയും വലിയ ആവശ്യമൊന്നും വരുന്നില്ല. സമയമൊക്കെ കുറച്ച് മതിയാകും. അപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് ആളുകളിലെ മാനസികമായിട്ട് ഉള്ള വളർച്ച സംഭവിക്കുന്നതിനനുസരിച്ച്, സാമ്പത്തികമായിട്ടുള്ള വളർച്ച സംഭവിക്കുന്നതിനനുസരിച്ച് ഒക്കെ നമുക്ക് സാംസ്കാരികമായിട്ട് സാമൂഹികമായിട്ടുള്ള വളർച്ചയും കൂടെ വരേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു വളർച്ച കേരള സമൂഹത്തിൻ്റെ പുരുഷാധിപത്യം കാരണം സമ്മതിക്കുന്നില്ല, അത് സംഭവിക്കുന്നില്ല. ഇവിടെ പല താല്പര്യങ്ങളും വലിയ വലിയ പ്രതീക്ഷകളും വലിയ ക്രിയേറ്റിവിറ്റിയൊക്കെയുള്ള സ്ത്രീകൾ വെറും അടുക്കളപ്പണിക്ക് അടുക്കളപ്പണി ചെയ്ത് ജീവിക്കാൻ നിർബന്ധിതരാക്കപ്പെടുകയാണ്. അവരൊക്കെ വളരെ അസംതൃപ്തരായിട്ടാണ്. ഒരു ഒട്ടും പരിചയമില്ലാത്ത, ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീയെ പാചകം ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞതിൻ്റെ പേരിൽ എത്രയോ ഭർത്താക്കന്മാർ ഉപദ്രവിക്കുന്നു, മക്കൾ കുറ്റം പറയുന്നു. ഇതൊക്കെ അവരനുഭവിക്കുമ്പോൾ അവർക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? അവരുടെ താല്പര്യം വേറെന്തോ ഒരു കാര്യം ചെയ്യുന്നതിലായിരിക്കും. പക്ഷെ അവർ ഈ കാര്യത്തിലാണ് അവർ നിർബന്ധിതയാക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫോൾട്ടാണ് അവിടെ വരുന്നത്. അന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് മനുഷ്യർ. പ്രകൃതിയുമായിട്ട് കണക്റ്റഡായിട്ട് ഉള്ള ഒരു ജീവിയാകുമ്പം പ്രകൃതിയിലെ മറ്റുള്ള ഓരോ ജീവിക്കും ഓരോ പ്രത്യേകതയുള്ളതുപോലെ മനുഷ്യനും ഒരു പ്രത്യേകത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യനും പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ പ്രകൃതിയുമായിട്ട് ഒട്ടും കണക്റ്റ് ചെയ്യിക്കാതെ, പ്രകൃതിയിലില്ലാത്ത ബാക്കി ജീവജാലങ്ങൾക്കില്ലാത്ത പലതും കെട്ടി അവരുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ചിട്ട് ഒരു സ്വാർത്ഥ വിഭാഗത്തിന് വേണ്ടിയിട്ട് ബാക്കി മൊത്തം മനുഷ്യരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സദാ സമ്മർദ്ദത്തിലും ബുദ്ധിമുട്ടിലും വേദനയിലും ഒക്കെ ജീവിക്കുന്ന ഒരു ജനതയായി, ഒരടഞ്ഞ സമൂഹമായി, തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. അപ്പം എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തോന്നുന്നത്, ഇനി ഈ ഇത്തരം സംഭവങ്ങൾ നമ്മൾ വളരെ വൾഗറായ രീതിയിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം പലരും തിരിച്ചറിയുന്നില്ല. വലിയ കാലം ഒന്നും വേണ്ടി വരില്ല നമ്മൾ അഫ്ഗാനിസ്ഥാനെ പോലൊക്കെ ആകാൻ. ഇവിടെ ഇപ്പോൾ തന്നെ സ്ത്രീകളെയും പെൺകുട്ടികളെയൊക്കെ പിടിച്ച് വലിച്ച് കൂട്ടം കൂടി കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ഭീകരമുഖങ്ങളൊക്കെ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഞാൻ ഈ കാര്യം എന്നോട് പരിചയമുള്ള വൃത്തങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. നമ്മൾ വളരെ വൾഗറായ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. കാരണം ഇവിടെ പറയേണ്ട കാര്യങ്ങൾ, സത്യങ്ങൾ തുറന്നു പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഏറ്റവും വലിയ ജീർണത പാട്രിയാർക്കിയാണ്, പുരുഷാധിപത്യമാണ്. ജാതി മതങ്ങളെപ്പോലൊന്നും അല്ല. ജാതി മതങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ പുറത്താണ് കൂടുതൽ അതിൻ്റെ എഫക്റ്റ് വരുന്നത്. പക്ഷേ കുടുംബം എന്ന് പറയുന്നതിനകത്ത് ഓരോരോ സെക്കൻഡുകളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തമാണ് ഈ പാട്രിയാർക്കി എന്ന് പറയുന്നത്. അതിനെ താങ്ങാനാവാതെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ള ആ സിസ്റ്റത്തിനകത്ത് സ്ത്രീകളും തമ്മിലടിക്കേണ്ട അവസ്ഥ വരികയാണ്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് തുണയാകേണ്ട സ്ഥാനത്ത് രണ്ട് പേര് കൂട്ടിച്ചേരുമ്പോൾ എന്ത് പറഞ്ഞാലും പല പുരുഷന്മാരും പറയുന്ന ഒരു ഇത്, അമ്മായിയമ്മയ്ക്ക് മോളായിട്ട് അങ്ങ് കണ്ടുകൂടെ,
മോക്ക് അമ്മയായിട്ട് അങ്ങ് കണ്ടുകൂടെ എന്ന് ചോദിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പുരുഷന്മാർക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? സ്വന്തം അമ്മയെപ്പോലെ ഈ ലോകത്തുള്ള അമ്മമാരെ എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? ആർക്കും പറ്റില്ലത്. നിങ്ങൾ ഇതൊക്കെ പറയും, എല്ലാവർക്കും പറയാം, ഭംഗിവാക്കൊക്കെ പറയാം. പക്ഷേ പ്രസവിച്ച് വളർത്തിയ അമ്മയോട് എല്ലാവർക്കും ഉണ്ടൊരു പ്രത്യേക താല്പര്യം. ആ താല്പര്യം മറ്റൊരമ്മയോട് അതേ ലെവലിൽ വരില്ല, നമ്മളെത്രയൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഒരു മരുമകൾക്ക് അമ്മായിയമ്മ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുമെങ്കിലും അമ്മയായിട്ട് കാണാൻ ഒരിക്കലും പറ്റില്ല. ഒരു അമ്മായിയമ്മ ഒരുപാട് ശ്രമിക്കാറുണ്ട് മരുമക്കളെ മക്കളായിട്ട് കാണാൻ. പക്ഷെ അവർക്കും എപ്പോഴും മക്കളിലായിരിക്കത്തില്ലേ മുൻതൂക്കം കിടക്കുന്നത്. ഞാനൊക്കെ ഒരുപാട് ശ്രമിക്കാറുണ്ട്. ഒരു പരിധിവരെ സക്സസ് ആയിട്ടുമുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ അതെല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല. ഞാൻ പുരുഷാധിപത്യ മൂല്യത്തിലല്ലാത്തൊരു സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്ക് ആ കുട്ടിയെ മനസ്സിലാക്കാനും, എനിക്ക് എൻ്റെ മകൻ്റെ പാർട്ട്ണറായിട്ട് വന്നിട്ടുള്ള കുട്ടിയെ എനിക്ക് മനസ്സിലാക്കാനും, അവളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ഒരു വാക്ക് പോലും അഗൻസ്റ്റായിട്ട് സംസാരിക്കാതിരിക്കാനും എനിക്ക് കഴിയുന്നുണ്ട്. കാരണം ഞാൻ വ്യക്തിയിൽ വിശ്വസിക്കുന്നു, കുടുംബത്തിലല്ല വിശ്വസിക്കുന്നത്. വ്യക്തിയുടെ അവകാശങ്ങൾക്കാണ് പ്രാധാന്യം, അവരുടെ ഇഷ്ടങ്ങൾക്കാണ് വില കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. പക്ഷേ പാട്രിയാർക്കിയെ താങ്ങി നിൽക്കുന്ന പുരുഷാധിപത്യ മൂല്യത്തിനകത്ത് ഇതൊന്നും തിരിച്ചറിയാത്ത ഒരു സ്ത്രീക്കത് കഴിയില്ല. അവർ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ മരുമോളായിട്ട് വന്നിരിക്കുന്ന സ്ത്രീ ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യാനും, എന്നെ നോക്കാനും, എൻ്റെ മോൻ്റെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനും, എൻ്റെ മോന് പിള്ളേരെ പറ്റി വളർത്തി കൊടുക്കാനും ഒക്കെ വന്നിരിക്കുന്ന പെണ്ണാണെന്ന് അവർ ചിന്തിക്കുന്നത്. അവരെ സംബന്ധിച്ച ഒരു അവകാശമാണ് എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ. അതേസമയം അത് അല്ലാതെ വ്യക്തിബോധത്തിലുള്ള ഒരാൾ അവരുടെ ആ അടുപ്പം കൊണ്ട്, ആ സ്നേഹം കൊണ്ട് അവർ ഒരുപക്ഷെ മരുമകളായിട്ട് വരുന്ന പെൺകുട്ടിയോട് അവരായിട്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഒരു കൂട്ടുകാരുമായിട്ട് നമ്മളൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാൽ അവർ നമ്മളെ സഹായിക്കുന്നത് പോലെ വന്ന് സഹായിച്ചു തരും. പക്ഷെ അതൊരു അധികാരഭാവത്തിലേക്ക് വരുമ്പോൾ അത് ചെയ്തേ പറ്റുമെന്നൊരു നിർബന്ധ രൂപത്തിലേക്ക്, ഒരു ഉത്തരവാദിത്വ രൂപത്തിലേക്ക് വരുമ്പം ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. അവിടെ കലഹം ഉണ്ടാകാം. അപ്പം അതുപോലെ നമ്മുടെ ഈ വിഷയത്തിൽ സിസ്റ്റമാണ് തെറ്റ്. ഈ സ്ത്രീകളൊന്നും വലിയ ഭീകരവാദികളോ ഉഗ്രവാദികളോ ഒന്നും അല്ല. ഈ സ്ത്രീകൾ ആട്ടിൻകുട്ടികളെ പോലെ ഉള്ള സ്വഭാവമുള്ള ഒരു വിഭാഗമാണ്. സിംഹത്തെ പോലുള്ള വിഭാഗമല്ല. അപൂർവം, അതും ഒരു സ്പെക്ട്രം പോലെ ആണല്ലോ. അതിനകത്തും കുറച്ച് കൂടുതൽ ക്രിമിനൽ മൈൻഡുള്ളവരൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ട്. എങ്കിലും കമ്പാരിറ്റീവ്ലി പുരുഷനേക്കാൾ ഒരുപാട് ക്രിമിനൽ മെൻറ്റാലിറ്റി കുറവുള്ള അതുപോലെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ചൂഷണം ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത ഒക്കെ ജീവിയാണ് സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പോൾ അവരെന്തിന് അവരെ കൊണ്ടുവന്ന് വേറൊരിടത്ത് കൊണ്ടുവന്നിട്ട് ശത്രുക്കളാക്കിക്കുമല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. സ്വന്തം വീട്ടിൽ അവരുടെ അമ്മയെ കൊല്ലുന്നു, അമ്മയുമായിട്ട് ഇതില്ലല്ലോ. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, പക്ഷേ ചെയ്യുന്നില്ലല്ലോ. അപ്പം ആ ഒരു സിസ്റ്റം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം മനുഷ്യനെ അവരവരുടെ ഇഷ്ടത്തിന്, പെണ്ണിനെയായാലും ആണിനെയായാലും അവരവരുടെ ഇഷ്ടത്തിന്, അത് പുരുഷന്മാർക്കും ബാധകമാണ്. അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിനകത്ത് കിടന്നിട്ട്. അപ്പം ആ പെണ്ണിനെയായാലും ആണിനെയായാലും അവരവരുടെ ജീവിതം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വിടാതെ കമ്പൽസറി ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഇതൊന്നും പറയുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഈ സിസ്റ്റത്തിൻ്റെ ഗുണഭോക്താക്കൾ കുറേ പേരുണ്ട്. അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഒരു സ്വാർത്ഥമായിട്ടാണ് ചിന്തിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ വളരെ അതീവ നികൃഷ്ടമായ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് അതൊരു മൈൻഡല്ല. അവർക്കത് പരിഗണിക്കുന്ന ഇഷ്ടമില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രമാണെന്നുള്ളതേ ഉള്ളൂ. എത്ര വൃദ്ധരായ മനുഷ്യർ, എത്ര കുട്ടികൾ സ്വന്തം വീട്ടിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നില്ല. സ്ത്രീകൾക്ക് എല്ലാവരും പറയും കുടുംബത്തിലാകുമ്പോൾ ഭയങ്കര സുരക്ഷിതം. ഒരു സുരക്ഷിതമേ അല്ലേ. സ്ത്രീകളെ ഏറ്റവും സുരക്ഷിതമില്ലാത്ത സ്ഥലമെന്ന് പറയുന്നത് അവർക്ക് അവരുടെ ജെൻഡറിൽപ്പെട്ട ആൾക്കാരുടെ ഒരു കൂട്ടായ്മ അവരുടെ ചുറ്റും ഇല്ലാത്ത സമയത്താണ് അവരേറ്റവും കൂടുതൽ അരക്ഷിതരാകുന്നത്. സ്നേഹമുണ്ടെങ്കിൽ
ഈ ആരുടെയും കൂട്ടത്തിൽ സ്നേഹത്തോടു കൂടി പരസ്പരം സ്നേഹത്തോടുള്ള സമയത്ത് ആരുടെയും കൂടെ അതേ സ്നേഹമുള്ള വ്യക്തികൾ തമ്മിൽ കുറച്ച് നാളിന് ശേഷം സ്നേഹം മാറിപ്പോയി കൂടാന്നില്ല. അപ്പോൾ അവിടെ സുരക്ഷിതത്വം മാറിയിട്ട് അരക്ഷിതത്വമാകും. അപ്പോൾ അവനവൻ്റെ മൈൻഡിൽ നിന്നൊരു ഫീലിംഗ് ഉണ്ടാവണം, ഞാൻ സുരക്ഷിതയാണ്, ഞാൻ ഈ പുരുഷൻ്റെ കൂടെ ജീവിക്കുമ്പോൾ സുരക്ഷിതയാണ് എന്നൊരു തോന്നൽ വേണം. അതൊരു സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ അവർ അവിടെ നിന്ന് മാറാനൊരുങ്ങുമ്പോൾ അവരെ വഴിമാറ്റി വിട്ടുകൊടുക്കണം. അവിടെ ബലം പിടിച്ച് പിന്നെയും കൊണ്ടുവരരുത്. അപ്പോൾ തന്നെ ഈ രചിതയെ അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, തിരിച്ചു പോയ സ്ത്രീയാണ്, ഒരു ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയ സ്ത്രീയാണ്. അവരെ വീണ്ടും വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് ഭർത്താവ് വിളിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഇവരെ ഈ വെട്ടിക്കൊല്ലുന്നതെന്നാണ് പറയുന്നത്. ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന സ്ത്രീയും വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണമല്ലോ അവർ കത്തിയൊക്കെ മുറിച്ച് കൂട്ടി വെച്ചെന്നൊക്കെ പറയുന്നത്. കാരണം അവരും രണ്ടും കൽപ്പിച്ച് ആ അവസ്ഥയിലെത്തിയിരിക്കുന്നു. അപ്പം നമ്മുടെ കുടുംബ സമ്പ്രദായം എത്രമാത്രം ജീർണമാണെന്നും എത്രമാത്രം അതുകൊണ്ട് കുറേ മനുഷ്യർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതുമൊക്കെ മനസ്സിലാക്കേണ്ട ഇതും സിസ്റ്റം പ്രതിക്കൂട്ടിലാണ്. സിസ്റ്റമാണ് പ്രതിക്കൂട്ടിൽ. നിരപരാധികളായ മനുഷ്യരെ ക്രൂശിക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ നമ്മുടെ ഭരണകൂടം, നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികളൊക്കെ ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇനിയും നമ്മൾ മതത്തിൻ്റെയും മതാനുകൂലമായിട്ടുള്ള ഘടകങ്ങളുടെയൊക്കെ പുറകിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രാകൃതത്തിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുമെന്നേ ഉള്ളൂ. നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.